ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്കിതേ കുറച്ച് നെല്ലിക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഫ്രഷ് നെല്ലിക്കയായിരുന്നു. അപ്പോൾ വിചാരിച്ചു അച്ചാറിടാമെന്ന്. അപ്പോൾ നമുക്ക് നെല്ലിക്കച്ചാറിട്ടാലോ ഒന്ന്. അപ്പോൾ നമുക്ക് നെല്ലിക്കച്ചാറിടാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ നെല്ലിക്കേനൊന്ന് ആവി കയറ്റിയെടുക്കുക. ഇഡലി ചെമ്പിലൊക്കെ നമ്മുടെ നെല്ലിക്ക ഇടുക, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ആവി കയറ്റി നമുക്ക് എടുക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് നല്ല നെല്ലിക്ക നല്ല പോലെ ആവി കയറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് ഒന്ന് ചൂടാറ്റാനായിട്ട് വെക്കാം. കാരണം നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പാത്രത്തിലോട്ടൊന്ന് വെച്ചതിന് ശേഷം ചൂടാറിയിട്ട് ഇതിനെ നമുക്ക് കട്ട് ചെയ്താൽ മതി. അപ്പോൾ അതുവരെ നമുക്ക് ആ പാത്രത്തിൽ നിന്നൊന്ന് മറ്റ് പാത്രത്തിലേക്ക് ഒന്ന് ചൂടാറാനായിട്ട് വെക്കാം. അതിന് ശേഷം നമുക്ക് ചെറിയ കത്തിയോ അല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് തന്നെ അടർത്തിയെടുക്കാം കേട്ടോ. അത്രയും സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ നെല്ലിക്ക. എന്നാലും നമുക്ക് കത്തി കൊണ്ട് തന്നെ ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കാം കേട്ടോ. അധികം വലുപ്പത്തിൽ നമുക്കിത് അടർത്തിയെടുക്കണ്ട, ചെറിയ ചെറിയ പീസുകളാക്കി നമുക്ക് നല്ലപോലെ അലിഞ്ഞ് കിട്ടും നമ്മുടെ നെല്ലിക്കച്ചാർ. അപ്പോൾ അതാരണം ഞാൻ ചെറിയ പീസുകളാക്കിയിട്ടോ. മാങ്ങച്ചാറായാലും ഞാൻ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടാണ് ഇടൽ. അപ്പോൾ നമുക്ക് നെല്ലിക്ക അതുപോലെ തന്നെ കുഞ്ഞു പീസുകളാക്കി വെക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ആവശ്യമാണ്. നമ്മുടെ പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, ഒന്ന് അരിഞ്ഞ് വെക്കാം കേട്ടോ. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പിലൊക്കെ ചെറിയ ചെറിയ പീസുകളാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് അച്ചാറിടുന്ന കാരണമാണ് നമ്മൾ കുറച്ച് ഐറ്റംസേ ആക്കിയിട്ടുള്ളൂ. നമ്മൾ കുറേ ഇട്ട് വെക്കുകയാണെന്ന് വെച്ചാൽ വർഷക്കാലത്തേക്ക് ഇട്ട് വെക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് അധികം അതിനനുസരിച്ച് സാധനങ്ങളൊക്കെ വേണം. അങ്ങനെ നമ്മുടെ ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ചെറിയൊരു പീസ് കായും പിന്നെ നമ്മുടെ ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് പൊട്ടി ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് കടുക് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കടുകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മുരിയിച്ചെടുക്കണം. അത്യാവശ്യം നല്ലപോലെ ഒന്ന് വെന്ത് കഴിഞ്ഞാലേ നമുക്ക് ആ ഒരു ഫ്ലേവർ കിട്ടുള്ളൂ. വെളുത്തുള്ളിയൊക്കെ അത്യാവശ്യം മൊരിയുന്നതാണ് കേട്ടോ നമുക്ക് അച്ചാറിനൊരു ടേസ്റ്റ്. അത്യാവശ്യം നല്ലപോലെ ഒന്ന് വാടി വന്നാലേ നമുക്ക് ആ ഒരു വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു ഫ്ലേവർ നമുക്കിതിൽ കിട്ടുള്ളൂ. അപ്പോൾ അതാരം നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ കരിഞ്ഞു പോകും. അങ്ങനെ നമുക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നെല്ലിക്കയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് വിനാഗിരി ആവശ്യമാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൂട്ടി റെഡിയാക്കി വെക്കാം. നമുക്ക് സ്റ്റൗവൊന്ന് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് ഉപ്പും അതുപോലെ തന്നെ നമ്മുടെ വിനാഗിരിയും ചേർത്ത് കൊടുക്കാം. വിനാഗിരി ആവശ്യത്തിനൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് എല്ലാ നെല്ലിക്കയും കൂടി ഒന്നിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ നെല്ലിക്കച്ചാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ചാറ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതി. ആ ഒരു പുളിരസമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്ന് വെച്ചാൽ കുറച്ച് വിനാഗിരിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്താൽ നല്ല പുളിയൊക്കെ പിടിച്ച് നമ്മുടെ അച്ചാർ അവിടെ റെഡി ആയിട്ടിരുന്നോളും. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ നെല്ലിക്കച്ചാർ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.